ഭക്തിയോടെ നിഷ്കാമ കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കണം. അതിനുള്ള മാർഗം പ്രത്യേകിച്ചും ഈ കലികാലത്ത് ഭഗവാൻ ലീലകളാൽ കാണിച്ചു തന്ന് ഭാഗവതത്തെ അറിയുക, ഭഗവാനെ അറിയുക, ഭഗവാനെ സംബന്ധിച്ചതറിയുക, ഭഗവാനായി തീരുക. ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഭഗങ്ങൾ പൂർത്തിയായവൻ. ഭഗവാൻ എന്താണ്? ഭഗവാന്റെ ഭഗങ്ങൾ എന്ന് പറയുന്നത് ഐശ്വര്യം, വീര്യം, ശ്രീ, യശസ്, ജ്ഞാനം, വൈരാഗ്യം. ഈ ആറും പൂർത്തിയായവനാണ് ഭഗവാൻ. ഈ ആറും പൂർത്തിയാവണമെങ്കിലോ ഭഗവാനെ അറിയണം. ഭഗവാനും ഭക്തനും ഒന്നായി തീരണം. ആ താനും ഈശ്വരനും ഒന്നായി തീരുന്നു. അതിനായിട്ട് ഭഗവാനോട് ചേർന്ന് ഭഗവത് ഭക്തന്മാരുടെ കഥകൾ കൊണ്ട് സമ്പുഷ്ടമാക്കിയിരിക്കുന്ന ഭാഗവതം ഒരിക്കലും ഒരു ദുഃഖം ഉണ്ടാകുന്നില്ല. സുഖം, ശാന്തി, സമാധാനം ഒക്കെ നിറച്ചു വെച്ചിരിക്കുന്ന അനേകം കഥകൾ ഭാഗവതത്തിലുണ്ട്. അല്ലെങ്കിലും പൂർവിക കാലങ്ങളിൽ വളരെ ശ്രേയസ്കരമായിരുന്നു നമ്മുടെ സംസ്കാരം. മനോഹരമായ പൂന്തോട്ടങ്ങള്, ശുദ്ധജല തടാകങ്ങള്, ഗൃഹങ്ങള്, അന്നത്തെ ജനങ്ങളുടെ മോടികളും അവരുടെ ചലനങ്ങളും 64 കലകളും പൂർണ്ണമായിരുന്നു ഓരോ ഗൃഹങ്ങളിലും. നോക്കൂ, പഴയ രാജാക്കന്മാരുടെയും പൂർവീക എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എന്തൊരു സമ്പൽ സമൃദ്ധമായിരുന്നു ഈ ഭൂമി എന്ന്. എന്താ കാരണം? ധർമ്മത്തിൽ ഊന്നിയതായിരുന്നു നമ്മുടെ ചര്യകളൊക്കെ. അപ്പോൾ ഈ കലികാലം വരുമ്പോൾ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? പണ്ട് ഈ വക ദുഃഖങ്ങളൊന്നുമില്ല. വ്യാസർക്ക് എന്തുകൊണ്ടോ മനസ്സമാധാനം ഇല്ലാതെ തോന്നിയതാണ്. ആ സമയത്താണല്ലോ നാരദര് വരുന്നതും ഭഗവാന്റെ ലീലകളെ വർണ്ണിച്ചെഴുതുവാൻ പറഞ്ഞതും. ത്രേതായുഗം, ദ്വാപരയുഗത്തിന്റെ ആദ്യം, അന്നൊക്കെ തന്നെ സമ്പൽ സമൃദ്ധവും സത്യസന്ധവും നിറഞ്ഞതായിരുന്നു. പണ്ടത്തെ കഥകളൊക്കെ കേട്ടാൽ നമുക്ക് മനസ്സിലാവും. അങ്ങനെയാണ് വ്യാസർ നാരദരുടെ നിർദ്ദേശപ്രകാരം 12 സ്കന്ധങ്ങളും 335 അധ്യായങ്ങളും 18,000 ശ്ലോകങ്ങളുള്ള ഭാഗവതത്തെ നമുക്ക് അനുഗ്രഹിച്ച് കഷ്ടതയെ തരണം ചെയ്യാനായി ഉപദേശിച്ചു തന്നത്. ഈ ശ്രീമദ് ഭാഗവതം ഭഗവാന്റെ രൂപം തന്നെയാണ്. ഉദ്ധവോപദേശ സമയത്ത് പറഞ്ഞിട്ടുണ്ട്, തൻ്റെ തന്നെ അംശത്തെ ഭാഗവതത്തിലേക്കാണ് ലയിപ്പിച്ചിരിക്കുന്നത്. ആദ്യത്തെ 9 സ്കന്ധങ്ങൾ ഭഗവാന്റെ വിരാട് സ്വരൂപം, 10ാം സ്കന്ധം മുഖം, ശിരസ്, 11ാം സ്കന്ധം 12 സഹസ്രാരം, പാദം മുതൽ സഹസ്രാരം വരെയുള്ള നമ്മുടെ യാത്ര. കുണ്ടലിനി മുതൽ സഹസ്രാരം വരെയുള്ള യാത്രയാണ് ആധ്യാത്മിക യാത്ര. അതുപോലെ ഭാഗവതം അറിവിലേക്കുള്ള യാത്രയാണ്. 1ാം സ്കന്ധം പാദം, 2ാം സ്കന്ധം മുട്ടുകാല്, 3ാമത്തെ സ്കന്ധം തുട, 4ാമത്തെ സ്കന്ധം ഇടുപ്പ് ഭാഗം, 5ാമത്തെ സ്കന്ധം നാഭി, 6ാമത്തെ സ്കന്ധം ഹൃദയം, 7ാമത്തെ സ്കന്ധം മാറിടം, 8ാമത്തെ സ്കന്ധം കണ്ഠം, 9ാമത്തെ സ്കന്ധം തോളുകള്, 10 മുഖം, 11ാമത്തെ സ്കന്ധം ശിരസ്, 12ാമത്തെ സ്കന്ധം ബ്രഹ്മരന്ധ്രം. ഈ യാത്ര പൂർത്തിയാകുമ്പോൾ സഹസ്രാരത്തിലെത്തിയാൽ മുക്തിപദത്തിൽ എത്തുന്നു. ഋഷിമാര് കലിദോഷ നിവാരണത്തിനായി ഓതിത്തന്ന ഭാഗവതം നമുക്കും മോക്ഷോപാധിയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് ഭാഗവതത്തിൻ്റെ ഒരു തുടക്കമാണ്. ഇനിയുള്ള ഓരോ ദിവസങ്ങളിലും ഓരോ അധ്യായം വീതം ഇപ്രകാരം ഈ കൃഷ്ണാർപ്പണം എന്ന യൂട്യൂബ് ചാനൽ ഓരോ അധ്യായമായിട്ട് പാരായണം ചെയ്ത് എല്ലാവരുടെയും ഭഗവാന്റെയും അനുഗ്രഹത്തിന് പാത്രീഭൂതരാകാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ഹരി ഓം ശ്രീ ഹരേ നമഃ.